അശ്വമേധം എന്ന ചിത്രത്തിൽ വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. കറുത്ത ചക്രവാള മതിലുകൾ ചൂഴും, ഉദയഗിരി ചുവന്നു, ഒരിടത്തു ജനനം ഒരിടത്തു മരണം, 7 സുന്ദര രാത്രികൾ, ഇങ്ങനെ മനോഹര ഗാനങ്ങൾ. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒരു ഗാനം വേറിട്ട് നിന്നു. ഒരു നാവൂറ് പാട്ട്, ഒരു പുള്ളുവൻ പാട്ട്, തെക്കുംകൂർ അടിയാത്തി എന്ന ഗാനം. ഈ ഗാനം കേൾക്കുമ്പോൾ തന്നെ അതിലെ ഷീലയുടെ കുഷ്ഠരോഗിയായ കഥാപാത്രത്തിൻ്റെ ആ ഒരു മൂഡ് നമുക്ക് ശരിക്കും മനസ്സിലാവും. പരവൂരിലെ വീട്ടിൽ തൻ്റെ കുട്ടിക്കാലത്ത് നാവൂറ് പാടാൻ വരുന്ന പുള്ളുവന്മാരുടെ സംഗീതം ആസ്വദിച്ച ഓർമ്മയിലാണത്രേ ദേവരാജ മാസ്റ്റർ ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഈ ഗാനം ആലപിച്ച ബി വസന്താമ്മ പറഞ്ഞ ഒരു കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മ വരികയാണ്. അക്കാലത്ത് റെക്കോർഡിംഗ് തിയേറ്ററിൽ ഒരു പാട്ട് പാടാൻ പോകുമ്പോൾ അവിടെ ഫുള്ളായിട്ട് ഓർക്കസ്ട്ര ആയിരിക്കും, അതായത് നിറഞ്ഞു നിൽക്കുന്ന ഓർക്കസ്ട്ര. എന്നാൽ ഈ ഗാനം പാടുവാൻ അവർ വിജയ ഗാർഡൻസിൽ എത്തിയപ്പോൾ 2 ഇൻസ്ട്രുമെൻറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത്ര. അത് കാരണം അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ദേവരാജ മാസ്റ്റർ പറഞ്ഞു, പോയി പാടിക്കോളൂ. മൾട്ടി പീസ് ഓർക്കസ്ട്രയുടെ കൂടെ പാടിശീലിച്ച വസന്താമ്മ ദേവരാജ മാസ്റ്ററുടെ 2 ആർട്ടിസ്റ്റുകൾ മാത്രമുള്ള ഈ റെക്കോർഡിംഗ് സെഷൻ കണ്ട് അന്തം വിട്ട് പോയത്രേ. നമുക്ക് ആസ്വദിക്കാം നമ്മൾ അസ്വസ്ഥത ഉളവാക്കുന്ന ഈ തെക്കുംകൂർ അടിയാത്തിയെ. തെക്കുംകൂറടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി, കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടെ പുള്ളോനും പാടാൻ പോയി. നാല് കെട്ടിൻ്റെ തെക്കിനി മുറ്റത്ത് നാഗപ്പാലതൻ തണലത്ത്, 4 കെട്ടിൻ്റെ തെക്കിനി മുറ്റത്ത് നാഗപ്പാലതൻ തണലത്ത്, മണ്ണാർ ശാലയിലായിൽ എത്തുന്നാളിൽ മഞ്ഞള് കൊണ്ട് കളമെഴുതി, അവർ മഞ്ഞള് കൊണ്ട് കളമെഴുതി. തെക്കുംകൂറടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി, കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടെ പുള്ളോനും പാടാൻ പോയി. കുളി കഴിഞ്ഞിരനും ചുറ്റിക്കൊണ്ടേ കുറുമോഴി മുല്ലപ്പൂ ചൂടിക്കൊണ്ടേ, കുളി കഴിഞ്ഞിരനും ചുറ്റിക്കൊണ്ടേ കുറുമോഴി മുല്ലപ്പൂ ചൂടിക്കൊണ്ടേ, കഴിഞ്ഞ കൊല്ലം പൂക്കിലയേന്തി കളത്തിൽ തുള്ളിയ കന്നിപ്പെണ്ണ്, ഞാൻ കളത്തിൽ തുള്ളിയ കന്നിപ്പെണ്ണ്. തെക്കുംകൂറടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി, കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടെ പുള്ളോനും പാടാൻ പോയി. പാൽ ചുണങ്ങ് പടർന്നു പിടിച്ചു, പൂക്കില കൈവിരൽ മരവിച്ചു, പാൽ ചുണങ്ങ് പടർന്നു പിടിച്ചു, പൂക്കില കൈവിരൽ മരവിച്ചു, ഇല്ലത്തും കാവിലെ സർപ്പത്താമാരെ ഇന്നെന്നെ എന്തേ വിളിക്കാത്തു, നിങ്ങൾ ഇന്നെന്നെ എന്തേ വിളിക്കാത്തു. തെക്കുംകൂറടിയാത്തി തളിര് പുള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ പോയി, കുടവും കിണ്ണവും വീണയും കൊണ്ടേ കൂടെ പുള്ളോനും പാടാൻ പോയി. ശിവാജി ഗണേശൻ പകർന്നാടാത്ത പുരാണ ചരിത്ര കഥാപാത്രങ്ങളില്ല. ഇതിൽ ഏറ്റവും എക്സ്പെൻസീവായ ഒരു എപ്പിക് ചിത്രമായിരുന്നു BR പന്തലു സംവിധാനം ചെയ്ത കർണൻ. അന്നത്തെ കാലത്ത് ഈ ചിത്രത്തിന് 40 ലക്ഷത്തോളം രൂപ ചിലവ് വന്നിരുന്നു. ഇതിലെ പല രംഗങ്ങളും ജയ്പൂരിലെ കൊട്ടാരങ്ങളിലും കുരുക്ഷേത്ര യുദ്ധം യഥാർത്ഥ കുരുക്ഷേത്രത്തിലുമായിരുന്നു ചിത്രീകരിച്ചത്. വിശ്വനാഥൻ രാമമൂർത്തിമാർ സംഗീതത്തിൽ മാജിക് കാണിച്ച ചിത്രമായിരുന്നു അത്. അക്കാലത്ത് തമിഴിൽ വളരെ അപൂർവമായി മാത്രം കേട്ടിരുന്ന ദിൽരുബ, സാരംഗി, ഷെഹനായി,
സന്തൂർ തുടങ്ങിയ ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ മനോഹരമായാണ് ഇതിലെ ഓരോ ഗാനങ്ങളിലും ഇണക്കി ചേർത്തിരിക്കുന്നത്. ഇതിലെ ഓരോ ഗാനങ്ങളും രാഗങ്ങളെ ബേസ് ചെയ്ത് വളരെ പ്യുവറായിട്ടായിരുന്നു അവർ കമ്പോസ് ചെയ്തത്. ശുദ്ധസാരംഗ രാഗത്തിൽ സുശീലാമ്മയും ടി എം സൗന്ദരരാജനും അനശ്വരമാക്കിയ ഇരവും നിലവും എന്ന ഗാനമാവട്ടെ ഇന്ന് കർണനിൽ നിന്ന്. பெறவும் உதவட்டுமே, தரவும் பெறவும் உதவட்டுமே, நம் தனிமை சுகங்கள் பெருகட்டுமே, இரவும் நிலவும் வளரட்டுமே, நம் இனிமை நினைவுகள் தொடரட்டுமே, இரவும் நிலவும் வளரட்டுமே. மங்கையின் தாமரை சிரிக்கட்டுமே, நெஞ்சில் இருக்கின்ற வரையில் எடுக்கட்டுமே, இரவும் இரவும் வளரட்டுமே, நம் இனிமை நினைவுகள் தொடரட்டுமே, இரவும் நிலவும் வளரட்டுமே. அச்சமும் கொஞ்சம் இருக்கட்டுமே, அதில் நாணமும் கொஞ்சம் பிறக்கட்டுமே, இரவும் நிலவும் வளரட்டுமே, நம்